കോഴിക്കോട് ലഹരിക്കടത്ത് കേസിൽ അധ്യാപകർ അറസ്റ്റിലായ സംഭവത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് റൂറൽ SP മെറിൻ ജോസഫ്. റിമാൻഡിൽ കഴിയുന്ന പ്രതികളെ ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യാൻ പോലീസ് ഉടൻ കസ്റ്റഡി അപേക്ഷ നൽകും. വടകര CI AV ദിനേശന്റെ നേതൃത്വത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം. അനഘ ഹർഷനാണ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. അനഘ, എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഏറെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. 2 അധ്യാപകരാണ് കേസിൽ അറസ്റ്റിലായിരിക്കുന്നത്. എന്താണ് വിവരങ്ങൾ? ആര്യശ്രീ, കഴിഞ്ഞ ദിവസമാണ് വടകരയിൽ വെച്ച് കാവ്യ, കീർത്തന തുടങ്ങിയ 2 അധ്യാപകമാരെ ലഹരി ഇടപാട് കേസുമായി MDMA കേസുമായി ഈ പോലീസ് അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്യുന്നത്. ഇവരെ ഈ കേസിലാണ് ഇപ്പോൾ SIT രൂപീകരിച്ചത്. റൂറൽ SP P മെറിൻ ജോസഫിന്റെ നേതൃത്വത്തിലാണ് ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിരിക്കുന്നത്. ഈ കേസിനെ സംബന്ധിച്ച് വലിയ ലഹരി മാഫിയയുമായി വലിയ ബന്ധമുണ്ട് എന്നുള്ളതാണ് പ്രാഥമിക ഘട്ടത്തിൽ തന്നെ ഈ പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ഇതിന്റെ ഭാഗമായാണ് ഇപ്പോൾ SIT രൂപീകരിച്ചുകൊണ്ട് അന്വേഷണ സംഘത്തെ വിപുലീകരിച്ചിരിക്കുന്നത്. പ്രധാനമായും ലഹരിയുടെ ഉറവിടം കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടത്തുക. ഈ കേസിൽ അധ്യാപകരെ എന്തുകൊണ്ടാണ് ലഹരി മാഫിയ ഇത്രയധികം വിദ്യാഭ്യാസമുള്ള വിദ്യാസമ്പന്നരായ അധ്യാപകരെ തന്നെ തെരഞ്ഞെടുത്തത്? ഈ അധ്യാപകരിലൂടെ എളുപ്പം വിദ്യാർത്ഥികളിലേക്ക് എത്താനാണോ? ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ ഈ വിദ്യാർത്ഥികളും ഈ ലഹരി ഇടപാട് കേസിൽ പെട്ടുപോയിട്ടുണ്ടോ? അങ്ങനെ നിരവധി കാര്യങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണ പരിധിയിൽ വരുന്നുണ്ട്. അതൊക്കെ തന്നെയാണ് ഇപ്പോൾ പുതുതായി രൂപീകരിച്ച മെറിൻ ജോസഫിന്റെ നേതൃത്വത്തിലുള്ള SIT സംഘം പ്രധാനമായും അന്വേഷിക്കുക. മറ്റൊന്ന്, ഈ 2 പേരും ഇപ്പോൾ റിമാൻഡിലാണ്. റിമാൻഡിലായിട്ടുള്ള ഈ 2 അധ്യാപികമാരായിട്ടുള്ള കീർത്തനയ്ക്കും കാവ്യയ്ക്കുമായി അന്വേഷണ സംഘം ഉടൻ തന്നെ കസ്റ്റഡി അപേക്ഷ നൽകും. ഇരുവരെയും ഒരുമിച്ചിരുത്തിക്കൊണ്ടായിരിക്കും ചോദ്യം ചെയ്യൽ തുടരുക. അതായത് ഈ 2 അധ്യാപകരും സുഹൃത്തുക്കളാണ്. ഈ കാവ്യയാണ് കീർത്തനയെ ഈ ലഹരി ഇടപാട് കേസിലേക്ക് പരിചയപ്പെടുത്തുന്നത് എന്നാണ് പ്രാഥമികമായി പോലീസ് പറയുന്നത്. ഈ കേസിൽ മൂന്നാമത് മറ്റ് അറസ്റ്റുകൾ കൂടി ഉണ്ടാകാനുള്ള സാധ്യത കൂടി അന്വേഷണ സംഘം പറയുന്നുണ്ട്. ഇരുവരുടെയും ബാങ്ക് അക്കൗണ്ട് വഴിയാണ് ഈ ലഹരി ഇടപാട് നടന്നത്. അതായത് ഈ കീർത്തനയുടെ അക്കൗണ്ടിലേക്ക് ലഹരി ആവശ്യമുള്ളവർ ഈ പണം അയക്കും. ഈ പണം അയച്ചാൽ ഈ ലഹരി എവിടെയാണോ ലഭിക്കുന്നത് അവർക്ക് അവരുടെ ലൊക്കേഷൻ ഈ കാവ്യയും കീർത്തനയും ഈ പണം അയച്ച ആളുകൾക്ക് അയച്ചു നൽകും. ആ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് അവിടെ എത്തി ഈ ലഹരി MDMA വാങ്ങി ഇവർ മടങ്ങും. ഇതായിരുന്നു ഇവരുടെ ഒരു ശൈലി. കഴിഞ്ഞ 6 മാസമായി ഈ കാവ്യയും കീർത്തനയും ഈ ലഹരി ബാങ്ക് അക്കൗണ്ട് വഴി ഈ ലഹരി ഇടപാട് നടത്തുകയും ചെയ്യുന്നുണ്ട്. വ്യക്തമാണ്. അനഘ ഹർഷനാണ് കോഴിക്കോട് നിന്നും വിവരങ്ങൾ നൽകിയത്.